കഴിഞ്ഞ ദിവസം ഓടാനാവട്ടം KRG PM സ്കൂളിലെ വിദ്യാർത്ഥിയായ ദേവനന്ദയെ കാണാതെ പോയി. സ്കൂളിൽ പോയിട്ട് തിരിച്ചു വീട്ടിൽ വന്നില്ല. മാതാപിതാക്കൾ കൊല്ലം പുയ്യപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. തൊട്ടുപുറകെ മറ്റൊരു പരാതി കൂടി എത്തി. കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ ഷെബിൻ ഷായി. രണ്ടുപേർക്കും 17 വയസ്സേ പ്രായമുള്ളൂ. ദേവനന്ദ നല്ല സുന്ദരിയായ കുട്ടിയാണ്. അതുപോലെ ഷെബിൻ ഷായി നല്ല സ്മാർട്ടാണ്. ഇവർ തമ്മിലുള്ള പ്രണയം രണ്ട് വീട്ടുകാർക്കും അറിയാവോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. എങ്കിലും കുട്ടി രാവിലെ സ്കൂളിൽ പോയിട്ട് ദേവനന്ദ മടങ്ങി വന്നില്ല. ദേവനന്ദയുടെ കയ്യിൽ മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു. തൊട്ട് പുറകെ അടുത്ത മിസ്സിങ്ങോടെ കൊല്ലം പുയ്യപ്പള്ളി പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തു. ഷെബിൻ ഷാ, കൊട്ടാരക്കര ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥി. രണ്ടുപേരും മൊബൈൽ ഉപയോഗിക്കുന്നവരല്ല, രണ്ടുപേരും നന്നായിട്ട് പഠിക്കുന്നവരാണ്. ഇവർ തമ്മിലുള്ള പ്രണയം അധികം വ്യക്തികൾക്കൊന്നും അറിയില്ലായിരുന്നു തോന്നുന്നു. എന്തായാലും അനുസ്യൂതം ആ പ്രണയം തീവ്രതയിലേക്ക് പോയി. കുട്ടികൾക്കറിയാം രണ്ടുപേരെ വീട്ടുകാരെ ഈ പ്രണയത്തിന് അംഗീകാരം കൊടുക്കില്ല. രണ്ട് വ്യത്യസ്തമായ ജാതികളാണ്. അതുകൊണ്ട് എതിർപ്പുണ്ടാവുമെന്നറിയാം. എന്തായാലും ആ പ്രണയത്തിന് അവരുടെ ഉദ്ദേശിച്ച പക്വതയില്ലാത്ത ആ പ്രണയം, കൗമാരക്കാരായ പ്രണയം, അത് പര്യവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. പുയ്യപ്പള്ളി പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തി രണ്ടുപേരെ പറ്റി. അവരുടെ സുഹൃത്തുക്കളെടുത്തും വീട്ടുകാരെടുത്തും സ്കൂളിലും ഒക്കെ നടത്തിയ അന്വേഷണത്തിൽ യാതൊരു തുമ്പും ലഭിച്ചില്ല. ശാസ്താംകോട്ട കായലിൽ വെള്ളിയാഴ്ച രാവിലെ 2 മൃതദേഹങ്ങൾ ഒഴുകി നടക്കും. ദേവനന്ദയുടെ, അത് ഷെബിൻ ഷായി. രണ്ടുപേര് ആ മൃതദേഹം ആരെയെന്നറിയില്ലെങ്കിലും ഉറക്കത്തിൽ അതിങ്ങനെ കായലിൽ ഒഴുകി നടക്കുന്നത് കണ്ടപ്പോൾ പോലീസ് എത്തി കരയ്ക്ക് കയറ്റി. കാണാതെ പോയ കുട്ടികളുടെ മാതാപിതാക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞു. ഈ പ്രണയം, ഈ കൗമാരക്കാല പ്രണയം, പക്വതയെത്തിയില്ലാത്ത ഈ പ്രണയം, രണ്ടുപേരും ജീവിതം തുടങ്ങാൻ പോകുന്നു. ആ പ്രണയം തീവ്രമായി അത് സഫലീകരിക്കില്ല എന്ന് രണ്ടു കുട്ടികൾക്ക് സംശയം തോന്നി. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് അപക്വമായ ഒരു തീരുമാനം. പ്രണയമുണ്ടെങ്കിൽ തന്നെ അത് സഫലമാകില്ലെങ്കിലും ആ പ്രണയം നിലനിർത്തിക്കൊണ്ട് തന്നെ വർഷങ്ങളോളം മുന്നോട്ട് പോകാൻ കുട്ടികൾക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ആ തീവ്രതയ്ക്ക് ചിലപ്പോൾ ഒരു വ്യത്യാസം വന്നേക്കാം, അല്ലെങ്കിൽ വഴിമാറി വീട്ടുകാർ ചിന്തിച്ചേക്കാം. കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പം ഇതുപോലെ പല കുട്ടികളും അപക്വമായ അല്ലെങ്കിൽ പ്രണയം പക്വതയില്ലാത്ത രീതിയിൽ പ്രായപൂർത്തിയാകാത്ത ആ പീരീഡിൽ പ്രണയം നടക്കും. അത് സ്വാഭാവികമാണ്. അതിന് എതിർപ്പുണ്ടാവാം. അത് നീണ്ടു നിൽക്കട്ടെ. കുറേ വർഷങ്ങൾ പോകുമ്പോൾ ആ പ്രണയത്തിന് തീർച്ചയായിട്ടും സബലീകരണം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള ക്ഷമ കാണിക്കുക. ഇതുപോലെ ജീവിതം അവസാനിപ്പിച്ച് വീട്ടുകാരെ വിഷമവൃത്തത്തിലാക്കരുത്.